മലപ്പുറം കരുളായിലെ യുവതിയുടെ മരണം പാറയിൽ വീണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടയിൽ പൊട്ടിയിട്ടുണ്ട്. കൊലപ്പെടുത്തിയതെന്ന ശബ്ദ സന്ദേശം വ്യാജമാണ്. നവംബർ 30-ാം തീയതിയാണ് ചോലനായ്ക്കർ വിഭാഗത്തിലെ മാത്തി മരിച്ചത്. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന്. ഗുഡ് മോർണിംഗ് വിപിൻ സി വിജയൻ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. 30-ാം തീയതി നവംബർ 30-നായിരുന്നു മാത്യു മരിച്ചത്. ഇതിനുശേഷം മാത്തിയെ കൊലപ്പെടുത്തി ഈ കൊക്കയിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നുള്ള മൊബൈലിലെ ഒരു ഓഡിയോ സന്ദേശമാണ് ഈ സംശയത്തിനെല്ലാം ഇടയാക്കിയത്. ഇതിനുശേഷം അസ്വാഭാവിക മരണത്തിന് പൂക്കോട്ടുംപാടം പോലീസ് കേസെടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ ഈ നിലമ്പൂർ തഹസീൽദാറും അതുപോലെ തന്നെ ഫോറൻസിക് സർജന്മാരും ഉൾപ്പെടെയുള്ള ഒരു 25-അംഗ സംഘം ഈ കുപ്പമല എന്നുള്ള പ്രദേശത്തേക്ക് പോവുകയും അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയുമായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ ഈ കൊക്കയിലേക്ക് കാല് തെന്നി വീണ് മരിച്ചതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ വരുന്നത്. അതിൽ തുടയെല്ലും അതുപോലെ തന്നെ ഇടുപ്പിന്റെ എല്ലുകളും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭർത്താവും അതുപോലെ തന്നെ സഹോദരനും നൽകിയ മൊഴി കാല് തെന്നി രാത്രി വീഴുകയായിരുന്നു, മാത്തി ഈ കൊക്കയിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ്. ഇത് സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വ്യാജ സന്ദേശമാണ് പുറത്തേക്ക് വന്നത്, ഓഡിയോ വഴി വന്നത് എന്നുള്ളതും, ഇത് ചോലനായ്ക്കർ വിഭാഗത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു യുവാവാണ് ഈ വ്യാജ സന്ദേശം അയച്ചു എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട് അവിടെ ഈ 25-അംഗ സംഘം എത്തി ഇവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു എവിടെയാണ് സംസ്കരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ. അതിനുശേഷമാണ് പുറത്തെടുത്ത് ഇപ്പോൾ നടക്കുകയും അതിന്റെ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം കാല് തെന്നി വീണായിരുന്നു മാത്യുയുടെ മരണം എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ.